I come in, sir? Yes, come in. Please be seated. Thank you, sir. പേര് മധു എന്നല്ലേ? Yes, sir. 2 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കാണാതെ പോയ ഷിപ്പിന്റെ പേര് കൈരളി. ദാറ്റ്സ് റൈറ്റ്. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. അമേരിക്കൻ പ്രസിഡന്റ് പേര് ഇന്ദിരാഗാന്ധി. അമേരിക്കൻ പ്രസിഡന്റ് അറിയാത്ത ഒരാൾ ഈ ജോലിക്ക് യോഗ്യനല്ല. അമേരിക്കൻ പ്രസിഡന്റ് റീഗനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ഭാവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ജോലി എനിക്ക് തരുമോ? സോറി മിസ്റ്റർ മധു, നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ട് സാർ, ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി ചെയ്തല്ല, അന്വേഷിച്ചു. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് വിളിച്ച ഇന്റർവ്യൂ കോൾസ് ഈ ഫയലിലുണ്ട്. കുഞ്ഞാലി, കുഞ്ഞാലി, കുഞ്ഞാലി എന്നെ ഓർക്കുന്നില്ലേ? അന്ന് മാർക്കറ്റിലുണ്ടായ കൂലിത്തർക്കത്തിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട് സാർ. നമസ്കാരം സാർ. നമസ്കാരം. ആ, അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനു വന്നു? ഞാൻ വന്നത്... വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. മധുവിന് SA സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിനിപ്പോ 10,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും സാർ? രൂപ കുഞ്ഞാലി സംഘടിക്കണം. കാര്യം ഞാൻ സഹായിച്ചു തരാം. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്തവണ ജോലി ഒത്തു കിട്ടിയെന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. കുഞ്ഞാലി, ഇത്തവണ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിന്നോടൊപ്പം കൂലിപ്പണിക്ക് വരാൻ എന്നെ അനുവദിക്കണം. മധു, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അച്ഛൻ എന്നെ മടിയിലിരുത്തി വാരിത്തന്ന ചോറിന്റെ രുചി എന്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. നിന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. ഈ കുഞ്ഞാലിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കും. നീ വരൂ. ആശാനോ? ഹായ്, ഇരിക്ക്. ഭയങ്കര കൊതുക്. പിന്നെ ആ കാശിന്റെ കാര്യം വല്ലതും ശരിയായോ? പരിചയമുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു, പക്ഷെ ഒരു രക്ഷയുമില്ല. എങ്ങനെയും മധുവിന് ഞാൻ ആ ജോലി വാങ്ങിക്കൊടുക്കും. നമ്മൾ ഇന്നലെ കണ്ട കള്ളക്കടത്തുകാരനില്ലേ, അയാൾ തന്ന സാധനം അതിർത്തി കടത്തി കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടും. വാശാനെ വാ വാ. ആ കള്ളക്കടത്തുകാരൻ നിന്ന് കെട്ട് അയാൾ പറഞ്ഞ കാറുകാരൻ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ആ കാർ പോലീസ് വളഞ്ഞു. അവരുടെ വെടിയേറ്റ് ഒരു പോലീസുകാരൻ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ കുഞ്ഞാലിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്ന് എന്നെ കുറ്റവാളി എന്ന് വിളിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് ആദ്യത്തെ തെറ്റ് ചെയ്യേണ്ടി വന്നു പെങ്ങളെ. ഏതായാലും ഒരു ശാപ ഉപകാരമായി. അതുകൊണ്ട് അയാളൊരു പുതിയ മനുഷ്യനാണോ നീ പറയുന്നത്? അതേന്ന് പുള്ളിക്കാരന്റെ അച്ഛൻ ഷാജിക്ക് തിരക്കിട്ടൊരു വിവാഹാലോചന നടത്തുകയാണ്. ശാന്തിയല്ലാതെ മറ്റാരും വിവാഹം കഴിക്കില്ലെന്ന പുള്ളിക്കാരന്റെ പിടിവാശി. അതിന് ഷാജി മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ദേ വരുന്നു, ഞാൻ പോണു. ഞാൻ ശാന്തിയോട് വളരെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. റിയലി ഐ ആം സോറി അബൌട്ട് ഇറ്റ്. ഞാൻ കാരണമാണ് ഷാജിയുടെ പഠിത്തം മുടങ്ങിയതെന്ന് എനിക്കറിയാം. അന്തസ്സുള്ള ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ശാന്തിയും ചെയ്തിട്ടുള്ളൂ. കുറ്റം മുഴുവൻ എന്റെ ഭാഗത്താണ്. ഞാൻ പോട്ടെ, സമയായി. അങ്ങനെയെങ്കിൽ പോയാലോ? ഞാൻ ശാന്തിയുടെ ചേട്ടനെ കാണാനായിട്ടിരിക്കുക. ഞാൻ ഈ സംഭവങ്ങളൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങളെ പറ്റി പറയാനൊന്നുമല്ല, എന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചേട്ടനുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പോട്ടെ ഷാജി. ഈ കൈയോടുള്ള തട്ടിക്കളിയൊന്നും ശങ്കുവത്ര പിടിയില്ല കുഞ്ഞെ. കുഞ്ഞെ, ഈ കാരാമകളി എപ്പോഴാ നിൽക്കുന്നത്?
കണ്ണടച്ചിട്ട് അയ്യോ കാലൻ. വീടാൻ ശ്ശോ, വരൂ ലേഖേ, വീടു. നമുക്ക് അല്പം ക്യാരംസ് കളിക്കാം. വീടു, വീടു, വീടാൻ, ഡാഡി, വീടു, വീടു. ഡാഡി, 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 ഈ മനുഷ്യൻ ആരാണ്? നിനക്കറിയില്ലേ വിക്രമൻ? ആരായാലും ഇയാൾ വൃത്തികെട്ടവനാണ്. വിക്രമൻ, നിനക്കറിയാമോ ലേഖ ആരാണെന്ന്? നന്നായിട്ടറിയാം. നിങ്ങളുടെ മകൾ. സൗന്ദര്യ വസ്തുക്കൾ വെറുതെ കണ്ട് ആസ്വദിക്കുന്നതിൽ ഞാൻ രസം കണ്ടെത്താറില്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാം. വേണ്ടി വന്നാൽ നിന്നെ അവസാനിപ്പിക്കാൻ മറ്റൊരു വിക്രമനെ കണ്ടുപിടിക്കാൻ ഞാൻ മടിക്കില്ല. ശേഖരൻ മുതലാളിയെ വിക്രമന് നന്നായിട്ടറിയാം. വിക്രമനെ മുതലാളിയും അറിയുന്നത് നന്ന്. ഷാജിയോ? ഫ്രണ്ടിലേക്ക് അത് തുറന്നു കിടന്നു. അവിടെ ആരെയും കാണുന്നില്ല. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ശാന്തി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സാമാന്യ മര്യാദയ്ക്ക് എന്നോട് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ? ഇരിക്കൂ. താങ്ക് യു. ഷാജി കൂടെ കൂടെ ഇവിടെ വരുന്നത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയ്ക്കിട വരും. ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല. കാണണമെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാറില്ല, ഇങ്ങ് പോരും. എന്റെ സ്ഥിതി ഷാജിക്ക് അറിയാൻ പാടില്ല. എന്റെ കുഞ്ഞാലിക്ക ഒളിവിലാണ്. ചേട്ടനാണെങ്കിൽ പിടിച്ചേ അടങ്ങുന്ന വാശിയിലാണ്. എന്റെ ദുഃഖം ആരോട് പോയി പറയും? ശാന്തിയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓരോരുത്തരുടെ വിധി ഓരോ വിധത്തിലല്ലേ. അപ്പോ ചേട്ടൻ എപ്പോഴാ വരിക? ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടേ വരൂ. എന്നാൽ മറ്റൊരു ദിവസം ചേട്ടനുള്ളപ്പോ വരാം. പോട്ടെ. ഞാൻ പോട്ടെ അമ്മേ. മോനെ, ജോലി കഴിഞ്ഞോണ്ട് മോനിഞ്ഞു പോരണം. ചുമ്മാ യൂണിയനും മഴക്കും നമുക്ക് വേണ്ട കേട്ടോ. എന്താ ലേഖേ, എന്ത് പറ്റി? ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഇതാണ് എന്റെ വീട്. ലേഖേ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ലേഖ വീട്ടിലേക്ക് പോയിക്കോളൂ. മോള് വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലെ സാഹചര്യം അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം, പക്ഷേ വീട്ടിലേക്കല്ല. മോളെ, മോളെ, നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും മോളെ. നീ അകത്തേക്ക് വാ. അമ്മേ, നീ പോടാ അവിടുന്ന്.